നിലമ്പൂർ ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകി 30 വർഷം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഭൂ ഉടമകൾ. വീടിന്റെ അറ്റകുറ്റപ്പണി പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വീടുകൾ പൊളിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധരായിട്ടും തങ്ങളെ സർക്കാർ വഞ്ചിക്കുന്നുവെന്നാണ് ഭൂ ഉടമകളുടെ പരാതി. 1991 നിലമ്പൂരിൽ നിന്നും ഒരു ബൈപ്പാസ് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അന്ന് തന്നെ പ്രാഥമിക സർവേ നടത്തുകയും 6 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിന് അതിരുകൾ നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഏറ്റെടുത്തത് വെറും 2 കിലോമീറ്റർ ഭാഗത്തെ സ്ഥലങ്ങൾ മാത്രമാണ്. 62ഓളം വീടുകളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാർ ഏറ്റെടുക്കാൻ ബാക്കിയുള്ളതും. പക്ഷേ ഈ വീടുകളൊന്നും തന്നെ വിൽപ്പന നടത്താനോ അതല്ലെങ്കിൽ പണയം വെച്ച് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ നാട്ടുകാർ ദുരിതം അനുഭവിക്കുന്നത്. വീട് പൊളിഞ്ഞു വീണും തങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുമോ എന്നുള്ള ആശങ്കയിൽ കഴിയുന്ന ഒരു ദുരിതം, അത്രയും ഒരു ദയനീയമായ സാഹചര്യത്തിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. നമ്മൾ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിരവധി നാട്ടുകാർ എത്തുകയും ചെയ്തു. എന്താണ് നിങ്ങളുടെ ഒരു സാഹചര്യം ഇപ്പോൾ? ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാറ്റോ ഇടിയോ മഴയോ വന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ്. കാരണം ഏത് സമയത്താണ് ഇത് നിലംപൊത്തുക എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ദേഹത്ത് കൂടിയാണ് വന്ന് വീഴുന്നതെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അടിയിൽ കിടന്ന് മരണപ്പെടുക എന്നല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. ആരും സഹായിക്കാനില്ല. എത്ര കാലം ഇപ്പോൾ ഈ സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കാതെ നിങ്ങളോട് പറഞ്ഞിട്ട് എത്ര കാലം അതിലിട്ട് പോയി? 32 വർഷത്തോളമായി ഞങ്ങൾ ഇതിൻ്റെ പീഡനം അനുഭവിക്കുകയാണ്. ഇതിനിപ്പോൾ സർക്കാർ നൽകുന്ന മറുപടിയാണ് ഇതുവരെ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്തതിനുള്ള മറുപടി വല്ലതും ഉണ്ടോ? ഒരു മറുപടിയില്ല. ഇന്നലെ കളക്ടറുടെ മുൻപിൽ വെച്ച് PV അൻവറിൻ്റെ സാന്നിധ്യത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഈ ഫയൽ, ബൈപ്പാസിൻ്റെ ഫയൽ എവിടെയാണോ ബ്ലോക്കായി കിടക്കുന്നത് അത് നിങ്ങൾ രണ്ടുപേരും പറയണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അതിന് മറുപടി പറഞ്ഞില്ല. എന്താണ് ഇവിടത്തേക്കൊരു സാഹചര്യം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു, ആര്യാടൻ മുഹമ്മദ്. അത് കഴിഞ്ഞിട്ട് PV അൻവർ സാർ ഇവിടെ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ രാഷ്ട്രീയം നോക്കാതെ ഈ ബൈപ്പാസ് നടത്തി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജയിപ്പിച്ചതിൽ ഈ നിലമ്പൂർ ആ ആൾ ജയിക്കാൻ ഉണ്ടായ കാരണങ്ങളിൽ ഒരു കാരണം ബൈപ്പാസാണ്. ആ ബൈപ്പാസിൻ്റെ പണി കുറച്ച് ചെയ്തതുകൊണ്ടാണ് സെക്കൻഡ് പ്രാവശ്യം അല്ലെ 2ാം പ്രാവശ്യം ആ ആളെ തന്നെ ജയിപ്പിച്ചത്. എന്നാൽ ആ ആൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്തില്ല. ഈ അടുത്ത ദിവസം കളക്ടറേറ്റ് വെച്ച് പറയുവാനിടയായി. അതുകൊണ്ട് അദ്ദേഹം ഇത് കാര്യത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ വീടുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? എത്ര ഈ വീട്ടുകാരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെ വിൽക്കാനും കഴിയില്ല, ലോൺ എടുക്കാനും കഴിയില്ല. ഇനി വീടുകൾ നിലം പൊത്തിയിട്ട് ആളുകൾ മരിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം തോന്നുന്നു. ഒരു ഘട്ടം പോലും ഇതിനെപ്പറ്റി എന്ന് വരും, എപ്പോൾ വരും എന്നുള്ളത് ഇപ്പോഴും പറയാൻ തയ്യാറല്ല. 8 വർഷമായി അൻവർ വിജയിച്ചിട്ട് തന്നെ 8 വർഷത്തോളമായി. എന്നിട്ട് പോലും അൻവറിന് പോലും ഒരു ഇതില്ല. ഞങ്ങൾ തഹസിൽദാരെ കാണുമ്പോൾ കളക്ടറെ കാണാൻ പറയും, കളക്ടർ പോകുമ്പോൾ MLA ആയിട്ട് ബന്ധപ്പെടാൻ MLA മന്ത്രിയോട് ചോദിക്കാൻ പറയും. എല്ലാവരോടും ഞങ്ങൾ ചോദിച്ചു. ഇനി മുട്ടാത്ത വാതിലുകളില്ല. എന്താണ് ഈ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഞങ്ങൾ അനുഭവിക്കുന്നത് ഇതൊക്കെ തന്നെ. ഞങ്ങൾക്ക് ഞങ്ങളെ വീട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒക്കെ പൊളിഞ്ഞ് ചാടാനയക്കണ്, ഒന്നും നേരാക്കാനും ഒന്നിനും പറ്റൂല. എവിടുന്ന് ഞങ്ങൾക്കൊരു സഹായം കിട്ടണില്ല. എന്നാൽ ഈ റോഡ് വരുന്നുണ്ടോ അതിനും ഇല്ല. 30 വർഷത്തോളമായി അവരുടെ ഭൂമിക്ക് വേണ്ടി ആ ഭൂമി ഏറ്റെടുത്തിട്ട് അതിന് കൃത്യമായി നഷ്ടപരിഹാരം നൽകാതെ അവർക്ക് കൃത്യമായൊരു പുനരധിവാസം സാധ്യമാക്കുന്ന സാഹചര്യത്തിൽ 3 പതിറ്റാണ്ടിലധികമായി ഒരു നാട് തന്നെ ദുരിത ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.